ഭർത്താവിനെ പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരെ മൊത്തം പുള്ളിക്കാരിക്ക് പേടിയായിരുന്നു. അതായത് അവളുടെ സ്വഭാവം കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയി. എപ്പോഴും ചിരിച്ച് കളിച്ച് തമാശ പറഞ്ഞ് നടന്നിരുന്ന കുട്ടി വളരെ ദുഃഖത്തിലായിരുന്നു. അതായത് എന്തിനെയൊക്കെ ഭയപ്പെടുന്ന പോലെയാണ്. ഇപ്പം നമ്മൾ അങ്ങോട്ട് ഫോൺ ചെയ്താലും വീട്ടിൽ വെച്ചൊന്നും സംസാരിക്കുകയൊന്നുമില്ല. പിന്നെ വിളിക്കാമെന്ന് പറയും. അപ്പം പിന്നെ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഫോൺ അവരൊക്കെ നല്ല ഹാപ്പി ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഇടയ്ക്ക് ഈ നവംബർ 24 കണ്ടതിൻ്റെ അന്ന് എന്നോട് ചോദിച്ചു, ഇതുപോലെ 2 മക്കളിൽ ആരെയാണ് ഇഷ്ടമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ ഇളയാളിനെയാണ്, അവൾ ക്യൂട്ടാണല്ലോ എന്ന് പറഞ്ഞു. ചേച്ചിക്കും വർണ്ണവിവേചനം ഉണ്ടോ? എല്ലാവർക്കും ഇളയതിനെയാണ് ഇഷ്ടം, മൂത്തതിനെ ആർക്കും താല്പര്യമില്ല, കറുപ്പിൻ്റെ പേരിൽ അവിടെ വലിയ പ്രശ്നമാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കെട്ടിയാൽ ഇരിക്കുമോ? ഇരിക്കത്തില്ല. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഞാനിവിടെ പറയുന്നത് വേറെ ആരെയും കുറിച്ചുമല്ല. ജിമ്മി എന്ന് പറയുന്ന ഒരു പന്ന നാറിയുണ്ട്. ജിസമോൾ എന്ന് പറയുന്ന പെൺകൊച്ച് അതിൻ്റെ 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്ത വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഈ പറയുന്ന പെൺകുട്ടി ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. അതിനുപരി ഈ പെൺകുട്ടി ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു. ഈ പെൺകുട്ടിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ മുഖ്യ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലുണ്ടായ, അതായത് 10 വീട്ടിലുണ്ടായ പീഡനങ്ങളാണ്. അതിന് ഏറ്റവും മുൻപന്തി നിന്നത് ഭർത്താവ് എന്ന് പറയുന്ന കൊഞ്ഞാണൻ, ഈ പറയുന്ന ജിമ്മി, അതോടൊപ്പം തന്നെ അവൻ്റെ അമ്മയായിട്ടുള്ള ആ തള്ളയുടെ സഹോദരി, അതോടൊപ്പം തന്നെ ഈ പറയുന്ന ജിമ്മിയുടെ സഹോദരി, ഇതെല്ലാം കൂടി ഈ പറയുന്ന ജിസ്മോളിനെ നല്ല രീതിയിൽ തന്നെ ഉപദ്രവിച്ചു. അതിൽ മനംനൊന്താണ് ഈ പെൺകുട്ടി പോയി ഇങ്ങനത്തെ ഒരു കടുങ്കൈ ചെയ്തത്. വളരെ വിഷമം തോന്നുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഒരു വശത്ത് ഷൈനിയുടെ കേസ് അങ്ങോട്ട് തീർന്നില്ല, അപ്പോൾ തന്നെ ഇത് അതേ സ്ഥലത്ത് തന്നെ ഇങ്ങനത്തെ വേറൊരു കേസൂടെ എത്തിയിരിക്കുകയാണ്. ഈ പറയുന്ന കൊഞ്ഞാണനുണ്ടല്ലോ, ഈ ജിമ്മി എന്ന് പറയുന്ന ഭർത്താവ്, ഇവനൊക്കെ പുച്ഛം. അത് മാത്രവുമല്ല, ഇവനൊക്കെ നിറത്തിന്റെ പേരിൽ ആ പെൺകുട്ടിയെ അധിക്ഷേപിക്കുകയാണ്. ഈ കൊഞ്ഞാണൻ എന്താണ്? ഇവൻ എന്ത് നിറമാണുള്ളത്? ഇവനെ എങ്ങനെ കാണാം? എന്താണ് നിങ്ങൾ ഈ ഫോട്ടോയെ കണ്ടു നോക്ക്. ഈ കൊഞ്ഞാണനാണ് ഇതുപോലുള്ള ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുച്ചിനെ കിട്ടിയപ്പോൾ അവന് കടി. അല്ല പിന്നെ എന്തോ പറയുന്നേ, അവന് ഉണ്ടായിരിക്കുന്ന ആദ്യത്തെ കൊച്ചിന് കുറച്ച് നിറം കുറഞ്ഞു പോയി. ആ നിറത്തിന്റെ പേരിൽ പോലും അവിടെ ആ വീട്ടിൽ വലിയ വിഷയങ്ങളാണ്. ആ പെൺകുച്ചിന് ജനിച്ചു വീണ 4.5 വയസ്സോട് 5 വയസ്സിനോട് ഉള്ളിലുള്ള കൊച്ചിനോട് വരെ അവർക്ക് വിവേചനം. എല്ലാവർക്കും ഇളയ കൊച്ചിനെ മതി, ഇളയ കൊച്ചിനോടുള്ള സ്നേഹം, നിറത്തിന്റെ പേരിലുള്ള വിവേചനം, അതൊക്കെയാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. പിന്നെ പൈസയ്ക്ക് വേണ്ടി ഈ പെൺകൊച്ചിനെ ഇട്ട് നിരന്തരം അങ്ങ് പീഡിപ്പിക്കുക. കല്യാണം കഴിക്കുന്ന സമയത്ത് ഇവരും പറഞ്ഞ പോലെ തന്നെ കാനായ സമുദായത്തിൽപ്പെട്ടവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് കെട്ടിക്കുന്ന സമയത്ത് സ്ത്രീധനം വേണ്ടാന്ന് പറഞ്ഞൊക്കെയാണ് കെട്ടിക്കുന്നത്. പക്ഷെ കെട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്ത്രീധനം കൊണ്ടുപോകാം, അച്ഛനോട് പറ വേലക്കാരത്തിക്ക് പൈസ കൊടുക്കാനായിട്ട് പൈസ അയച്ചു തരാൻ എന്നു തുടങ്ങി ആ പെൺകുട്ടിയെ നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നു ഈ പന്ന നാറിയായിട്ടുള്ള ജിമ്മി. എന്തുമായാലും ഈ പറയുന്ന ജിസ്മോളുടെ കൂട്ടുകാരിയോട് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ ഈ ജിസ്മോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. അതിൻ്റെ അകത്തുണ്ട് ഈ പറയുന്ന എന്തിരവൻ്റെയും ഇവരുടെ വീട്ടുകാരുടെയും എല്ലാ ഡീറ്റെയിലും. നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അവരെന്തൊക്കെയാണ് ഈ പെൺകൊച്ചിനോട് ചെയ്തിട്ടുള്ളതെന്നൊക്കെ നിങ്ങൾക്ക് ആ കൂട്ടുകാരിയുടെ ആ വോയിസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും പണ്ട് തൊട്ടേ പറയാറുണ്ട്. അവൾ 2009 തൊട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പം എല്ലാം പറഞ്ഞിരുന്നു. കല്യാണം വരെ ഞങ്ങൾ മിക്കവാറും കാണുകയും സംസാരിക്കുകയും ചെയ്യും. കല്യാണത്തിന് ശേഷവും പറ്റുമ്പോഴൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പം ഒരു പ്രശ്നമായിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് എറണാകുളത്ത് താമസിക്കാൻ ഹോസ്റ്റലിൽ പോയ സമയത്താണ്. അപ്പോൾ മൂത്ത മോള് ജനിച്ചിട്ടുണ്ട്. മൂത്ത മോൾക്ക് പാൽ കുടിക്കുന്ന സമയമാണ്. അപ്പം ഞാനൊരു ദിവസം ഞാൻ പുറത്താണ്, എബ്രോഡാണ്. അപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചു അവളടുത്ത്, എന്താണ് നീ മാറി നിൽക്കുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെ ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇവൾ എറണാകുളത്ത് നിൽക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന്. അപ്പോൾ പറഞ്ഞു ഇതുപോലെ വീട്ടിൽ പ്രശ്നങ്ങളാണ്, അവിടുന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുമായിരുന്നു, പൊയ്ക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞു, പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു കുഞ്ഞിൻ്റെ കാര്യം അവർ നോക്കിക്കോളും, അപ്പോൾ അവളോട് പൊയ്ക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ജിമ്മി എങ്ങനെയുണ്ടെന്ന്. അത് അച്ചായി അങ്ങനത്തെ വിളിക്കും, ഏട്ടായി വിളിക്കാറുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, പ്രശ്നം സോൾവ് ആകും, പക്ഷെ കുറച്ച് സമയം വേണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയൊക്കെ കുറേ പ്രോബ്ലംസ് ഉണ്ട്, അതൊക്കെ ശരിയായിട്ട്. പിന്നെ അതാണ് അന്നത്തെ ഇൻസിഡൻറ്റ്. അപ്പോൾ ആ പഞ്ഞ കോപ്പനാണ് ഈ പെൺകുട്ടിയെ ഈ ഒരു ലെവലിൽ എത്തിച്ചത്. ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതാണ്. കുഞ്ഞിൻ്റെ പാലുകൂടി പോലും മാറിയിട്ടില്ല മൂത്ത കൊച്ചിൻ്റെ. അന്നേരം തന്നെ ആ പെൺകൊച്ചിനെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. അത് എറണാകുളത്ത് പോയി താമസിച്ചിരുന്നു. അന്നേരമാണ് ഈ കൂട്ടുകാരി വിളിക്കുന്നതും ആ കൂട്ടുകാരിയോട് ഈ കാര്യങ്ങൾ പറയുന്നതും. അന്നേരം ഈ ഏട്ടായി ഉണ്ടല്ലോ, ഈ പന്ന ജിമ്മി നാറി, ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാമോ? എൻ്റെ പൊന്നു പെൺകുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങൾ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി വന്ന് നിങ്ങളുടെ വീട്ടിൽ പോകണം. നിങ്ങൾ സ്വയമേ ജീവിച്ച് കാട്ടണം ഈ നാറികളെ. ഇല്ലാതെ യുവന്മാരെ പിടിച്ച് ജയിലിൽ കയറ്റി നല്ല ശിക്ഷ മേടിച്ച് കൊടുക്കണം. അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ സ്വയം ജീവിതം നശിപ്പിച്ച് നിങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ നശിപ്പിച്ച് കളയുകയല്ല വേണ്ടത്. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. യുവന്മാരെയൊക്കെ നല്ല തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം.
അടിച്ച് ഉമ്മറുടെ മറ്റേ അരി ഉണ്ടല്ലോ അത് അടിച്ച് മേളിൽ കയറ്റി കളയണം. അതൊക്കെയാണ് ചെയ്യേണ്ടത്. എന്തായാലും ബാക്കി അന്ന് എന്തോ കാര്യമായി സംഭവിച്ച് പുറത്താക്കിയതാണ്. പിന്നെ അതിനുശേഷം വിളിക്കുന്നു. ഇതൊക്കെ വർഷങ്ങൾക്ക് മുൻപല്ലേ, അതായത് 2021 സമയം തൊട്ട് ഇത് സംഭവം നടക്കുന്നത്. പിന്നീട് രണ്ടാമത്തെ മോൾ ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു ദിവസം വിളിച്ചിരുന്നു. അപ്പം ഞാൻ ചോദിച്ചപ്പം ഇവൾക്ക് കരയുകയാണ്. അപ്പോൾ എല്ലാം കൂടെ എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, കുഞ്ഞുങ്ങൾ, വീട്, അമ്മായിച്ചന് സുഖമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി, അമ്മായിമ്മ എവിടെയെന്ന്. അപ്പോൾ പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ മക്കളോ ആരോ ഉണ്ട്, ഇപ്പോൾ ജനിച്ചിട്ടുണ്ട്, അവരെ നോക്കാൻ വേണ്ടി ലണ്ടനിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു നിനക്ക് അമ്മയില്ലാത്തതല്ലേ, എന്നിട്ട് അവരിങ്ങനെ ചെയ്യുന്നല്ലോ. അത് ചേച്ചി അവർ ഭയങ്കര ഇതാണ്, എന്നെക്കൊണ്ട് ആരെക്കൊണ്ടും അവരെ മാനേജ് ചെയ്യാൻ ഒക്കത്തില്ല, പുള്ളിക്കാരിയുടെ ഒരു ഇതാണ്. അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ശരിയാവും. അപ്പോൾ പറഞ്ഞു വേലക്കാരിയായി ഇപ്പോൾ മക്കളെ നോക്കുന്നത്, എൻ്റെ ജോലി ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ എനിക്ക് പാടാണെന്ന് പറഞ്ഞു. അപ്പോൾ ജിമ്മിയുടെ സ്റ്റാൻഡ് എന്താണെന്ന് ചോദിച്ചു. ജിമ്മി ഭയങ്കര അത് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഒരു എന്താ പറയുക മാടമ്പി സ്വഭാവമാണ്. സ്വന്തം മകൻ ഒരു കൊച്ചു ജനിച്ചപ്പോൾ അതിനെ അവർക്ക് നോക്കാനായിട്ട് പറ്റത്തില്ല. അവരുടെ മകനെ നോക്കാനും മക്കളെ നോക്കാനും ഒക്കെയാണ് അവർ പോകുന്നത്. ഇതുപോലെ പല കുടുംബങ്ങളിലും ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ അറിയാത്തതാണ്. ഇങ്ങനെ ഓരോ കേസുകൾ വരുമ്പോൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. ഇങ്ങനെ പല കുടുംബങ്ങളിലും ഉണ്ട്. ഈ അമ്മമാർക്ക് ഈ പെൺമക്കളോട് കുറേ സ്നേഹങ്ങൾ, കെട്ടിച്ചുകൊണ്ട് വരുന്ന പെൺകൊച്ചിനോട് ഒരു പ്രത്യേകതര ഒരു വിവേചനം, അതൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ചിലയിടത്തൊക്കെ ഭർത്താക്കന്മാരും ഈ പറയുന്ന കെട്ടിച്ചുകൊണ്ട് വരുന്ന പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്യുമെങ്കിലും ചിലയിടത്ത് കൊഞ്ഞാണന്മാർ ഈ അമ്മമാരുടെ വാക്കുകൾ മാത്രം കേട്ടുകൊണ്ട് അവനൂടെ കൂടിക്കൊണ്ട് ഈ പെൺകൊച്ചിനെ ഒറ്റപ്പെടുത്തുകയും ഈ പെൺകൊച്ചിനെ ഒരുമാതിരി അടിക്കുകയും കേടിക്കുകയും അവൾ ഈ തള്ള പറഞ്ഞു കൊടുക്കുന്നത് മാത്രം കേട്ടുകൊണ്ട് ഈ പെൺകൊച്ചിനെ വല്ലാത്ത രീതിയിലൊക്കെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. ഇവിടെ സംഭവിച്ചത് ഈ ജിമ്മി എന്ന് പറയുന്ന കൊഞ്ഞാണൻ ഇത് തന്നെയാണ് ചെയ്തത്. രണ്ടാമത്തെ കൊച്ചുണ്ടായ സമയത്ത് ഈ പറയുന്ന കൊഞ്ഞാണൻ എന്ത് ചെയ്തു, അവൻ്റെ അമ്മയെ പറഞ്ഞ് മകളുടെ പ്രസവം എടുക്കാനും മകളുടെ കൊച്ചിനെ നോക്കാനുമായിട്ട് അങ്ങോട്ട് വിട്ടു. ഇവിടെ ഈ പറയുന്നവൻ്റെ ഭാര്യ പ്രസവിച്ച് കിടന്നിട്ടും കൊച്ചിനെ നോക്കാൻ ആരുമില്ല. ഈ പറയുന്ന ജിസ്മോക്ക് അമ്മയില്ല. അത് കഴിഞ്ഞിട്ട് ശേഷമാണ് ഒരു വേലക്കാരത്തിയെ വെക്കുന്നത്. ഈ വേലക്കാരത്തിയെ വെച്ചപ്പോൾ ഇതിൻ്റെ പൈസ ആര് കൊടുക്കണം? ഈ പറയുന്ന ജിസ്മോളുടെ അച്ഛൻ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഒരു ബഹളം. എന്തുവായാലും കൊള്ളാം, പാരമ നാറി. ബാക്കി പറയട്ടെ. ജിമ്മി മർദ്ദിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടുള്ളതായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ഇതിന് ശേഷം പിന്നീട് ഒരിക്കൽ വിളിച്ചു, ഭയങ്കര നിലവിളി. അപ്പം ഞാൻ ചോദിച്ചു എന്തിന് കരയുന്നത് നീ? അപ്പം ഞാൻ എപ്പോഴും പറയും നിനക്ക് ഒരു വക്കീലല്ലേ, നീ ഇങ്ങനെ വന്ന് താമസിക്കുന്നു. അപ്പോൾ ഇവള് പറഞ്ഞു ജിമ്മി അടിക്കുകയോ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു, എന്നിട്ട് ഇറങ്ങി പോയിരിക്കുക, ജോലിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം ഇങ്ങോട്ട് വരുമോ എന്ന് തന്നെ അറിയത്തില്ല, അത്ര പ്രശ്നങ്ങളാണ്, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, ഞാൻ അപകടത്തിലാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, ഇങ്ങോ തിരുവനന്തപുരത്ത് വാ, അപ്പം ഞങ്ങൾ നോക്കിക്കോളാം, അല്ലെങ്കിൽ ഇവിടോട്ട് പോകും. അപ്പോൾ പറഞ്ഞ് ചേച്ചിയുടെ അടുത്തോട്ട് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അങ്ങനെ ഇവിടത്തൊന്നും ഇല്ലെന്നറിയാമല്ലോ. അപ്പം ഞങ്ങൾ ഇത്രയും ക്ലോസ് ആയിട്ടും ഈ പുള്ളിക്കാരൻ ഞങ്ങളോട് സംസാരിക്കുമോ, ഞങ്ങളെ കൂട്ടത്തിൽ കൂടുകയോ ഒന്നും ചെയ്തിട്ടില്ല ഈ ജിമ്മി എന്ന് പറയുന്ന ആൾ. അപ്പോൾ നമ്മളും അതുകൊണ്ട് കുറച്ച് അകൽച്ചയിലാണ്. അപ്പോൾ ഇവൾ പുറത്ത് വന്നിട്ടാണ് സംസാരിക്കുന്നത്, ഒരിക്കലും വീട്ടിൽ ഇരുന്ന് സംസാരിക്കുന്നില്ല, എപ്പോഴും പുറത്ത് വന്നിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ ഇതുപോലെ പറഞ്ഞു നീ എനിക്ക് തീരെ വയ്യെങ്കിൽ ഒന്നീ വീട്ടിലേക്ക് പോകും അല്ലെങ്കിൽ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. അത് ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞ് കുറേ നമ്മൾ സംസാരിച്ച് ഒരു 3 മണിക്കൂറോളം സംസാരിച്ച് അങ്ങനെ പിന്നെ അതങ്ങ് സോൾവ് ആയി. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് അവൾ വിളിച്ച് പറഞ്ഞു ചേച്ചി ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു. അതിനുശേഷം പിന്നീട് ഞാൻ കാണുന്നത് ഈ 2024 നവംബറിലാണ്. അപ്പം അത് പുള്ളിക്കാരി നോട്ടറിയുടെ കാര്യത്തിനായിട്ട് വന്നതാണ്. അപ്പം എന്ത് പ്രൊഫഷണൽ കാര്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കും, ഞാൻ ഹസ്ബൻഡിനോട് പറയും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഈ വക്കീലന്മാരുമായിട്ടൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കും, എന്തെങ്കിലും പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കും, അങ്ങനെയൊക്കെ എല്ലാം സഹായിക്കാറുണ്ട്. അപ്പം ഇവള് 24 എന്നെ വിളിച്ച് പറഞ്ഞു ചേച്ചി ഞാൻ നവംബർ 24 ഞാൻ അങ്ങോട്ട് വരുന്നു, എനിക്കിതുപോലെ നോട്ടറിയുടെ കാര്യം ശരിയാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സെക്രട്ടേറിയറ്റിൻ്റെ പുള്ളിക്കാരൻ്റെ വണ്ടിയിൽ നമ്മൾ സെക്രട്ടേറിയറ്റിൽ പോയി അവിടെ എല്ലാം കയറി ഇറങ്ങി നടന്നു. ഇവളുടെ ഒരു വളരെ സ്മാർട്ടാണ് ആൾ. അപ്പോൾ ഞാൻ ആലോചിക്കുകയും ചെയ്തു ഈ IAS കാരോടൊക്കെ സംസാരിക്കുന്നതിനൊക്കെ ഇത്രയും ബോൾഡായിട്ട് എന്ത് കഴിവാണെന്ന് ആലോചിക്കുന്നു. ഈ സാമ്പത്തികമായൊക്കെ ഒരുപാട് ഉയർച്ചയിൽ നിൽക്കുന്ന കുടുംബമാണ്, എന്നിട്ടും ജിസ്മോൾ ഒരു ജോലിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അല്ലേ? കഷ്ടപ്പെടുന്നു, ജോലിക്ക് വേണ്ടി അങ്ങ് എന്ത് പറയുക, അവൾക്കൊരു ജോലി കിട്ടിയില്ലെങ്കിൽ ജീവിതം പോകുന്ന തരത്തിലാണ് പെരുമാറ്റം. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ അപ്പോൾ അലട്ടിയിരുന്നു, ശരിക്കും അലട്ടിയിരുന്നു. പക്ഷെ എന്നോടൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. ഞങ്ങൾ മനസ്സിലാക്കിയതാണ് ജോലി അത്യാവശ്യമാണെന്ന്. കാരണം വാട്ടർ അതോറിറ്റിയിൽ അവൾക്ക് ഒരു ലീഗൽ അഡ്വൈസറായിട്ടോ അല്ലെങ്കിൽ SBIയിലോ എവിടെയെങ്കിലും ഒരു ബാങ്കിലോ ഒരു പെർമനന്റ് പൊസിഷൻ കിട്ടണമെന്ന് അത്രയേറെ ആഗ്രഹിച്ചു. അപ്പം ഞാൻ ചോദിക്കുകയും ചെയ്തു ഇത്രയൊക്കെ വലിയ വീട്ടിൽ നിന്ന് എന്തിനിങ്ങനെ കഷ്ടപ്പെട്ട് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നത്? അപ്പോൾ അതൊന്നും പറഞ്ഞാൽ ചേച്ചിക്ക് മനസ്സിലാവത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നവംബറിൽ വരുമ്പം ഞങ്ങൾ സെക്രട്ടേറിയറ്റിലൊക്കെ പോയി എല്ലാം കഴിഞ്ഞിട്ട് വന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇയാൾ ജിമ്മി ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഈ പെൺകൊച്ചിന് ജോലിയില്ല എന്ന് പറയുന്ന ഒരു വിഷയം ആ വീട്ടിൽ നല്ല രീതിയിൽ ബഹളങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഒരു കാരണമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇത് ഇത്രയൊക്കെ ജോലി ചെയ്തിട്ട് വന്ന ഒരു പെങ്കൊച്ചാണ്, ഇതിന് ജീവിക്കണമെന്നും കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നോക്കണമെന്നും താല്പര്യമുള്ള ഒരു കൊച്ചിൻ്റെ അടുത്ത് സ്ത്രീധനത്തിൻ്റെ പേരിലും നിറത്തിൻ്റെ പേരിലും അധിക്ഷേപവും വഴക്കും മാത്രമാണ് ആ പെങ്കൊച്ചിന് ആ വീട്ടിൽ നേരിടേണ്ടതായിട്ട് വന്നത്. ഇത് മാത്രമല്ല ഈ കൊഞ്ഞാണൻ ചുമ്മാ ഈ പെങ്കൊച്ചിനെ എടുത്തിട്ട് അടിക്കുമെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്, ദൃസാക്ഷികളൊക്കെ പറയുന്നത്.
എന്തായാലും ഈ ജിസ്മോളുടെ കൂട്ടുകാരിയോട് ജിസ്മോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ കാര്യങ്ങൾ. അതാണ് ഇപ്പോൾ ഈ കൂട്ടുകാരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴായിട്ട് പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനമൊക്കെ വിളിച്ച സമയത്ത് ഈ പറയുന്ന വീട്ടിൽ നിന്ന് ഈ നിറത്തിൻ്റെ പേരിലും അതോടൊപ്പം തന്നെ ഈ സ്ത്രീധനത്തിൻ്റെ പേരിലുമൊക്കെ നല്ല രീതിയിൽ ഈ പെങ്കൊച്ചിനെ അധിക്ഷേപിക്കുന്നുണ്ടായിരുന്നു, ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു, എല്ലാം നടത്തുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ അമ്മായിമ്മയും അതോടൊപ്പം തന്നെ ഈ കൊച്ചാണൻ ജിമ്മിയെ ഒക്കെ പിടിച്ച് അകത്തിടണം. അതാണ് വേണ്ടത്. എന്തായാലും ഇവർ പറയുന്ന ബാക്കി കാര്യം കേട്ടു നോക്കി. ഞങ്ങൾ സെക്രട്ടേറിയറ്റിലൊക്കെ പോയി എല്ലാം കഴിഞ്ഞിട്ട് വന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇയാൾ ഫോൺ ചെയ്യുന്നത്, ജിമ്മി ഫോൺ ചെയ്തിട്ട് പറഞ്ഞു കുഞ്ഞ് ഛർദ്ദിച്ച് കിടക്കുകയാണ്. വളരെ അരോഗൻ്റായിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ കുഞ്ഞിന് വളരെ സുഖമില്ല, നീ അവിടെ പോയി കിടന്നു എന്നുള്ള രീതിയിൽ. അപ്പം അവൾ പറഞ്ഞു മരുന്ന് നിൻ്റെ അടുത്ത് ഇരിപ്പുണ്ടെന്നൊക്കെ പറയാൻ അവൾ ശ്രമിക്കുന്നത്, കേൾക്കുന്നേ ഇല്ല. പക്ഷേ ഒരു അവസാനം ജിമ്മി ചോദിച്ചു മരുന്ന് എവിടെ കൊണ്ട് കളഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ഇന്ന അടുത്തൊക്കെ ഇരിപ്പുണ്ടെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ചേട്ടനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഉണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇതെന്താ ഇവന് കുഞ്ഞുങ്ങളുടെ മരുന്നിരിക്കുന്ന പോലും അറിയില്ലേ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് അവൾ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം തന്നെ പകുതിയാക്കി. അപ്പോഴും തന്നെ അവൾ 6 മണിക്കുള്ള ട്രെയിനാണ് ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ 3 മണിയായപ്പോൾ തന്നെ ഇറങ്ങി. ഞാൻ അവളെ കൊണ്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടു. അവൾ അവിടെ വെച്ച് പൊട്ടിക്കരഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു ചേച്ചി എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. അപ്പം ഞാനും തിരിച്ചു പോകുന്ന തിരക്കിലായതുകൊണ്ട് ഞാൻ പിന്നീട് ഇതെല്ലാം ഈ കഴിഞ്ഞ നവംബറിലാണല്ലേ? നവംബർ 20 ലാസ്റ്റ് ഞാൻ കണ്ടത് അന്നാണ്. അപ്പോൾ അന്ന് പറഞ്ഞു എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട് ചേച്ചിയുടെ അടുത്ത്, ആരും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. അപ്പം ഞാൻ പറഞ്ഞു എന്ത് വിഷയം ഉണ്ടെങ്കിലും മാനേജ് ചെയ്യാൻ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, നീ എന്തിനാണ് വിഷമിക്കുന്നത് എന്ന് പറഞ്ഞ്. അതെല്ലാം വോയിസായിട്ടല്ല, ഇതൊന്നും ഇവള് വാട്സപ്പിൽ പറയില്ല, നേരിട്ട് സംസാരിച്ച കാര്യങ്ങളാണ്. ഫോൺ ചെയ്യുന്നത് എന്നാ അവസാനമായിട്ട്? അതിനി നോക്കണം, ഡേറ്റ് കോൾ ഞാൻ നോക്കിയിട്ടില്ല. മെസ്സേജ് വല്ലതും ഈ അടുത്ത് ചെയ്തിരുന്നോ? വിഷുവിൻ്റെ അന്ന് രാവിലെ ഞാൻ അവൾക്ക് ഹാപ്പി വിഷു ഇട്ടു, പക്ഷേ റെസ്പോണ്ട് ചെയ്തില്ല. അങ്ങനെയാണ് ഞാൻ അന്വേഷിക്കുന്നത് പുള്ളിക്കാരി എവിടെയെന്ന്. അങ്ങനെ വേറെ നമ്പരൊന്നും നമ്മുടെ കയ്യിലില്ല. അങ്ങനെ ഉച്ചയായപ്പം മനോരമയിലെ ന്യൂസ് കണ്ടു അവളിങ്ങനെ ആറ്റിൽ ചാടിയെന്ന്. അതൊരു തുടക്കം മുതലേ തന്നെ അപ്പോൾ ഭർത്താവിനെ പേടിച്ചുള്ള ഒരു ജീവിതമായിരുന്നു അല്ലേ ജിസ്മോളുടെ? ഭർത്താവിനെ പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരെ മൊത്തം പുള്ളിക്കാരിക്ക് പേടിയായിരുന്നു. അതായത് അവളുടെ സ്വഭാവം കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയി. എപ്പോഴും ചിരിച്ച് കളിച്ച് തമാശ പറഞ്ഞ് നടന്നിരുന്ന കുട്ടി വളരെ ദുഃഖത്തിലായിരുന്നു. അതായത് എന്തിനെയൊക്കെ ഭയപ്പെടുന്ന പോലെയാണ്. ഇപ്പം നമ്മൾ അങ്ങോട്ട് ഫോൺ ചെയ്താലും വീട്ടിൽ വെച്ചൊന്നും സംസാരിക്കുകയൊന്നുമില്ല, പിന്നെ വിളിക്കാമെന്ന് പറയും. അപ്പം പിന്നെ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഫോൺ അവരൊക്കെ നല്ല ഹാപ്പി ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഇടയ്ക്ക് ഈ നവംബർ 24 കണ്ടതിൻ്റെ അന്ന് എന്നോട് ചോദിച്ചു ഇതുപോലെ 2 മക്കളിൽ ആരെയാണ് ഇഷ്ടമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ ഇളയ ആളിനെയാണ്, അവൾ ക്യൂട്ടാണല്ലോ എന്ന് പറഞ്ഞു. ചേച്ചിക്കും വർണ്ണവിവേചനം ഉണ്ടോ? എല്ലാവർക്കും ഇളയതിനെയാണ് ഇഷ്ടം, മൂത്തതിനെ ആർക്കും താല്പര്യമില്ല, കറുപ്പിൻ്റെ പേരിൽ അവിടെ വലിയ പ്രശ്നമാണ്. ജിസ്മോളുടെ നിറം അവിടെ ഒരു പ്രശ്നമായിരുന്നു അല്ലേ? തന്നെ ആദ്യം തൊട്ടേ അതൊരു വിഷയമായിരുന്നു. പിന്നെ അതുപോലെ സ്ത്രീധനത്തിൻ്റെ കാര്യം, അവർ ഈ കല്യാണം വരുമ്പം ഇത്രയും വലിയ ഫാമിലിയിലാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു ഇത്രയും വലിയ ഫാമിലി പോകുമ്പോൾ ഇത്രയും സ്ത്രീധനം കൊടുക്കണ്ടേ? അപ്പോൾ അവൾ പറഞ്ഞു ഞങ്ങളുടെ കാസ്റ്റിൽ സ്ത്രീധനമൊന്നുമില്ല, ഞങ്ങൾ 10-20 പവനോ 2-3 ലക്ഷം രൂപ കൊടുത്ത് കെട്ടിക്കാറാണ് പതിവ്, അപ്പോൾ ഇവരൊന്നും ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി അവരുടെ രീതി അങ്ങനെ ആയിരിക്കും, നല്ല ആൾക്കാരാണല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പം പറയുന്നു സ്ത്രീധനത്തിൻ്റെ പേര് പ്രശ്നം ഉണ്ടായിരുന്നു, അതൊന്നും അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ കേട്ടല്ലോ, നിറത്തിൻ്റെ പേരിൽ വരെയാണ് ആ പെൺകുട്ടിയെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല ആ ജനിച്ച് വീണ പെൺകുഞ്ഞ് ആദ്യമായിട്ട് അവർക്ക് ജനിച്ച ഒരു പെൺകൊച്ച്, അതിന് കുറച്ച് നിറം ഇല്ലാതായിപ്പോയി. അപ്പോൾ അതിൻ്റെ പേരിലും വലിയ രീതിയിൽ തന്നെ ആ കൊച്ചിനെ വരെ ഇവർ വെറുതെ വിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അതുമാത്രമല്ല രണ്ടാമത്തെ കൊച്ച് ജനിച്ചപ്പോൾ ആ കൊച്ചിനോടാണ് കൂടുതലായിട്ടുള്ള ഒരു സ്നേഹവും കാര്യങ്ങളും. എന്താണല്ലേ ഇവനെയൊക്കെ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇവൻ്റെയൊക്കെ അങ്ങോട്ട് പിടിച്ച് വെച്ചിട്ട് വെട്ടിക്കീറി അയ്യത്ത് കളയണം. അതാണ് വേണ്ടത് സത്യത്തിൽ. ഇങ്ങനെയുള്ള നാറികളെയൊക്കെ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഈ പറയുന്ന നാറിക്ക് അച്ഛനും അമ്മയും ഉള്ളതുപോലെ തന്നെ ആ പെൺകുട്ടിക്കും അച്ഛനും അമ്മയൊക്കെ ഉള്ളതല്ലേ? അമ്മ മരിച്ചു പോയതാണ്, എന്നാലും അച്ഛനും സഹോദരനും ഒക്കെ ഉള്ളതല്ലേ? ഈ നാറിക്ക് വിചാരിച്ചുകൂടെ എടാ നിനക്ക് നോക്കാൻ വയ്യാമെങ്കിൽ, നിനക്ക് കാണാൻ വയ്യാമെങ്കിൽ, നിനക്ക് ഇതിനെ ശുശ്രൂഷിക്കാൻ വയ്യാമെങ്കിൽ നീ വീട്ടിൽ കൊണ്ടുവിടുക, അവരുടെ വീട്ടിൽ കൊണ്ടുവിടുക, അവർ നോക്കിക്കോളും പൊന്നുപോലെ. നീ പിന്നെ എന്തോ അതിനെ കെട്ടിയതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനുള്ള ശിക്ഷ നിനക്ക് പിന്നെ കിട്ടിക്കോളും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നീ ആ കുരുന്നുകളെ നിന്റെ രക്തം നല്ലയോടാ നീ പറയണേ, അതുങ്ങളെ നീ കൊലയ്ക്ക് കൊടുത്തില്ലയോടാ പരമ നാറി. അതോടൊപ്പം തന്നെ നീ കെട്ടിക്കൊണ്ട് വന്ന കൊച്ചിനെയും നീ കൊണ്ട് കളഞ്ഞില്ലടാ. എന്ത് സൗന്ദര്യമുള്ളൊരു കൊച്ചായിരുന്നു, അതിനെ നീ കൊന്നു കളഞ്ഞില്ലടാ നാറി. അതാടാ പറഞ്ഞ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയാലേ അതിനെ നല്ല രീതിയിൽ അത് യൂസ് ചെയ്യാൻ അറിയത്തില്ല എന്ന് പറയുന്നത് എത്രയോ സത്യമാണ്. നിന്നെയൊക്കെ എന്തു പറയാനാടാ പരമനാറി. എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് ഷൈനിയുടെ കേസ് എങ്ങും എത്താതെ നിൽക്കുകയാണ്. അവിടെ ഈ നോബി രക്ഷപ്പെട്ട് അവൻ വെളിയിലിറങ്ങി കുശാലായിട്ട് ബിരിയാണിയും അടിച്ച് തണ്ണിയും അടിച്ച് അവൻ നല്ല രീതിയിൽ കുശാലായിട്ട് നടക്കുന്നുണ്ട്. അവനെന്താ? അവനൊരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ ജിമ്മിക്ക് എന്താ? അവനെന്തെങ്കിലും കുഴപ്പമുണ്ട്? അവനും ഒരു കുഴപ്പമില്ല. ഇങ്ങനെ കുഴപ്പമില്ലാതെ വന്നുകൊണ്ടിരിക്കും തോറും ഇതുപോലെ ഷൈനിമാരും ജിൻസ മോളുമാരും അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും.
ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ശിക്ഷ നടപടികളില്ല എങ്കിൽ ഇത് വലിയൊരു ആപത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഫസ്റ്റ് ടൈം കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും